ഹലോ, ഈഡൻ ബംഗ്ലാവ് സ്പീക്കിംഗ് ദേർ. ആന്റപ്പനാ സാർ? ഇല്ല, മാഡം കാറുമായി എയർപോർട്ടിലോട്ട് വന്നിട്ടുണ്ട്. കുട്ടികൾ മാഗി മിസ്സിന്റെ ക്ലാസ്സിലാ. ടോണി സാർ രാവിലെ എത്തി, നല്ല ഉറക്കത്തിലാ. ഓ, പറഞ്ഞേക്കാം. ഓക്കെ ഓക്കെ സാർ, ഓക്കെ സാർ. A for apple, B for book, C for cat, D for dog, E for elephant. Annie, are you listen to me? Yes, Mama. No. എന്താ നിനക്ക് പറ്റിയത്? മാഗി മിസ്സേ, ഇന്നത്തെ ക്ലാസ് ഒക്കെ നിർത്തിക്കോ. ഹാരിസ് സാർ ഫോറിൻ ട്രിപ്പ് കഴിഞ്ഞ് ഇപ്പഴിഞ്ഞെത്തും. റിയലി? ഇപ്പൊ എന്നോട്ട് വിളിച്ചു വച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഇന്ന് എല്ലാവർക്കും ചോക്ലേറ്റ്സും നിറയെ ഗിഫ്റ്റും ഒക്കെ കിട്ടും. ഡു വൺ തിങ്, ഇന്നത്തെ ക്ലാസ് ഇത് മതി. രണ്ടുപേരും പോയി കളിച്ചോളൂ. ചെല്ലുമോളെ. പോ, മാഗി മിസ് അങ്ങനെ ഇങ്ങനൊന്നും കളിക്കാൻ വിടൂല. അനുവദിച്ചാൽ അപ്പ കളിച്ചോണം. ആന്റപ്പ, എയർപോർട്ടിൽ പോയി സാറിനെയും കൂട്ടി മേഡം എപ്പോഴാ വരുന്നത്? ലഞ്ച് ടൈമിനെത്തും. ഒരു കാര്യം ചെയ്, ലഞ്ചിന് ഞാനും സഹായിക്കാം. ഓ നോ 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 നോ. ഹാരിസ് സാറിനുള്ള ലഞ്ച് ആന്റപ്പന്റെ സൂപ്പർവിഷൻ ഉണ്ടാക്കിയാലേ ശരിയാവത്തുള്ളൂ. അപ്പോഴേക്ക് മാഗി മിസ് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് നിൽക്ക്. സാറിന് നമുക്കൊരു വാം വെൽക്കം കൊടുക്കാം. ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ് മാഗി. സാറിന്റെ ഇവിടെ? മാഗി പേടിച്ചു പോയല്ലേ? വെറുതെ വന്നതാ. അവിടെ ഇരുന്നപ്പം മാഗി ഒന്ന് കാണണമെന്ന് തോന്നി. വെറുതെ ഒരു കൊതി. എന്താ, എനിക്കിങ്ങനെ കണ്ടൂടെ? ബട്ട് സാർ, ഞാനിവിടെ. പ്ലീസ്, ഞാനൊന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തോട്ടെ? ഓ യേ, ചെയ്തോളൂ. സാറൊന്ന് പുറത്തു പോണം. ഓക്കെ. സത്യം പറഞ്ഞ ഇതുപോലൊരു അപ്സരസ് മുന്നിൽ നിൽക്കുമ്പോ എങ്ങനെയാ മാഗി ഞാൻ പോവുക? ഐ കാണ്ട്. സർ പ്ലീസ്, ഞാൻ നിങ്ങൾ കരുതുന്നത് പോലെ. ഞാൻ എന്ത് കരുതിയെന്ന്? നോ, മാഗിയെ കുറിച്ച് ഞാൻ നല്ലതേ കരുതിയിട്ടുള്ളൂ. ഗോഡ് പ്രോമിസ്. സർ പ്ലീസ്, സർ ഞാനൊരു പാവ, എന്നൊന്നും ചെയ്യരുത് പ്ലീസ്.
ഏയ് ആരും അറിയില്ല മാഗി. മദർ പ്രോമിസ്. കം ഓൺ. No, no, sir. Sir, no. ഗ്ലോറിയോ പെട്ടെന്ന് നോക്ക്, ടോണി സാർ എണീറ്റിട്ടുണ്ട്. മ്യൂസിക് അതിന്റെ ലക്ഷണമാ. അല്ല എന്റെ ചേട്ടാ, ഈ ടോണി സാറിന് എന്താ ജോലി? ഹ, അവർക്കൊക്കെ എന്തിനാ പണി എന്റെ ഗ്ലോറി? ഇട്ടുമൂടാനുള്ള പണം അപ്പനപ്പന്മാരായിട്ട് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ടോണി സാറും ഇവിടത്തെ സാറും ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാ. ആഹാ. പിന്നെ അവരുടെ ബിസിനസ് എന്തൊക്കെയാന്നാ വിചാരം? എന്തോ വരുമാനം. ഈ ബിസിനസിനിടയില് ആ പിള്ളേരുടെ കാര്യമാ കഷ്ടം. ഓ, ഒരു കഷ്ടവും ഇല്ല. മാഗി മിസ് ഉള്ളപ്പോ സൂസി മോൾക്ക് അമ്മയെ കണ്ടില്ലേലും ഒരു കുഴപ്പവും ഇല്ല. അതറിയാവുന്നതുകൊണ്ട് ആ സാറും മേഡവും മിസ്സിനെയും ആനിമോളെയും ഇവിടെ തന്നെ താമസിപ്പിച്ചിരിക്കുന്നുണ്ട്. മാഗി മിസ്സിന്റെ ഹസ്ബൻഡ് ഇല്ലേ? ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ പറയുന്നു. അയാൾ ഏതോ കോവാക്കാരി പെണ്ണിനെ വെച്ച് പൊറപ്പിച്ചോണ്ടിരിക്കുന്നു ആ കേൾവി. ആ, ഏതായാലും ഇവിടെ താമസിക്കുന്നതുകൊണ്ട് മിസ്സിന് അയാളിൽ നിന്നും രക്ഷയായി. അല്ല എന്റെ ചേട്ടാ, നമ്മുടെ ഈ ടോണി സാർ ആളെങ്ങനെയാ? എങ്ങനെയെന്ന് ചോദിച്ചാ അല്ല, ആള് നല്ലവനാണോന്ന്. വെരി ബെസ്റ്റ് വേസ്റ്റ് മാൻ എന്ന് വെച്ചാ അത്ര നല്ലവനൊന്നും അല്ലെന്ന്. അത്യാവശ്യം വിളവത്തരങ്ങളൊക്കെ ഉണ്ട് കയ്യില്. പിന്നെ ഗ്ലോറിയോ, വല്ലാതെ അയാളെ കണ്ണിപ്പെടണ്ട. അതെന്താ? പെട്ടാ പിന്നെ രക്ഷയില്ല. എന്നെ പോലെ അല്ലാന്ന്. ആന്റപ്പൻ ചേട്ടനോട് പറയാതെ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഐ നോ ഗ്ലോറി, ഐ നോ വെരി വെൽ. ആരാ നിലവിളിച്ചത്? ഇപ്പോഴത്തെ വെസ്റ്റേൺ മ്യൂസിക്കിലെ പാട്ടൊക്കെ നിലവിളി പോലെ അല്ലയോ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് മാഡം. വീട്ടുപറഞ്ഞൊക്കെ ഒക്കെ മാഗി മാഡത്തിന്റെ മാഗി മാഡം ഒക്കെ നന്നായി നോക്കണുണ്ട്. നീ ആ സാധനം എടുത്താത്തേക്ക്. ഓ, താങ്ക്സ്. ലണ്ടനിൽ നിന്ന് പണ്ടാരോ വന്നപ്പോ ഒരു ഗിഫ്റ്റ് കിട്ടിയതാ. ഇനി പണ്ടാര അടങ്ങാൻ എനിക്കെന്ത് പണ്ടാരാണോ അവ കൊണ്ടുവന്നിട്ടുള്ളത്. ആ സൂസി മോളെ മോളെ ഫൈൻ. ആ ഞാൻ ഒരുപാട് ടോയ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. വാ. അങ്ങനെ സൈഡ് പ്ലീസ് മാഡം.